MP മാർ, തമിഴ്നാട് മധുരയിലെ MP, തമിഴ്നാട് ഗിണ്ടിഗലിലെ MP, രാജസ്ഥാനിലെ സിക്കറിലെ MP, ഈ 3 MP മാരും ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി വോട്ട് വാങ്ങിയിട്ട് MP മാരായവരാണ്. പൂർവ്വകാലത്തേക്ക് പോകണ്ട. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഭീകര പ്രസ്ഥാനമാകുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ? മുഖ്യമന്ത്രി വിശദീകരിക്കണം. അപ്പോൾ നാളിതുവരെയുള്ള ഈ ഇലക്ഷനിലെല്ലാം ജമാഅത്തെ ഇസ്ലാമി പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, മത്തായി ചാക്കോ മരണപ്പെട്ട ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് എം തോമസിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തത് പൊതുസമ്മേളനം വിളിച്ചിട്ടാണ്. എല്ലാ മീഡിയ പ്രവർത്തകരെയും സാക്ഷി നിർത്തിയിട്ടാണ്. അന്നത്തെ ഹൽക്ക അമീർ ടി ആരിഫ് അലി സാഹിബ് ജോർജ് എം തോമസിനുള്ള പിന്തുണ പരസ്യമായിട്ടാണ് പൊതുസമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത്. അന്നൊന്നും പറയാത്തൊരു വർത്തമാനം 2019 രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ദേശീയ തലത്തിൽ സംഘപരിവാറിന് തടയിടുക എന്ന വളരെ കൃത്യമായ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റി മറുഭാഗത്തേക്ക് പോയതിന്റെ പേരിലാണ് ഇപ്പോൾ മൈനോറിറ്റിയെ ഒന്നടങ്കം ഭീകരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം CPM കളിക്കുന്നത്. പാലക്കാട് എന്താ സംഭവിച്ചത്? പാലക്കാട് CPM എന്നോ കോൺഗ്രസ് എന്നോ എന്നത് മാത്രമല്ല മൈനോറിറ്റിയുടെ പ്രശ്നം. കേരളീയ സമൂഹത്തിൽ BJP അധികാരത്തിലോ അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ ഇലക്ഷൻ രാഷ്ട്രീയത്തിലോ വിജയിക്കാൻ പാടില്ല എന്നുള്ളത് ദേശീയ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നിർബന്ധ ബുദ്ധിയ ജമാഅത്തെ ഇസ്ലാമി എന്നോ മറ്റേത് സംഘടന എന്നോ വ്യത്യാസമില്ലാതെ BJP രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ വിജയിക്കാൻ പാടില്ല. കേരളത്തിന്റെ നിലവിലുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിന് അത് കോട്ടം തട്ടിക്കും. ഇത് മൈനോറിറ്റി ഒന്നടങ്കം വോട്ട് ചെയ്തു. അതിലുള്ള ഏതോ അർത്ഥത്തിലുള്ള അതിനെ അതായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം ഇത് തന്നെയാണ് CPIM കേരളത്തിന് പുറത്ത് ഇന്ത്യ അലയൻസിന്റെ കൂടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPIM ദേശീയ തലത്തിൽ ഇന്ത്യ അലയൻസിന്റെ കൂടെ നിന്നുകൊണ്ട് സ്വീകരിക്കുന്ന സമീപനമാണ് മുസ്ലിം മൈനോറിറ്റി BJPയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലും സ്വീകരിച്ചത്. പക്ഷെ അതിനെ മുൻനിർത്തി മുസ്ലിം ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുഴിയാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭീകരവൽക്കരിച്ച് ഹൈന്ദവ ഭൂരിപക്ഷ വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് തങ്ങളുടെ അധികാര രാഷ്ട്രീയം നിലനിർത്താമെന്ന സ്വഭാവത്തോടു കൂടിയുള്ള അപകടകരമായ നീക്കം, അതിനാവശ്യമായ സംഘപരിവാർ നരേറ്റീവ് ഏറ്റുപിടിച്ചുകൊണ്ടുള്ള അപകടകരമായ നീക്കം CPMന് ഗുണകരമല്ല, കേരളത്തിന് ഗുണകരമല്ല. തീർച്ചയായിട്ടും അത് കേരളീയ സമൂഹത്തിന് അപകടം മാത്രമാണ് വരുത്തി വെക്കുക എന്നത് പാലക്കാട് ഇലക്ഷനിൽ നിന്നെങ്കിലും CPM പഠിക്കേണ്ടതായിരുന്നു. പക്ഷെ മറിച്ചുള്ള അതേ അപ്രോച്ചാണ് CPM പിന്തുടരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അതിനോടുള്ളൊരു പ്രതികരണം മാത്രമാണ് നിങ്ങളോട് നടത്താൻ ആഗ്രഹിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പരസ്പര ധാരണയോടുകൂടി പിന്തുണ നൽകിയിട്ടില്ല എന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയും സ്വയം പരിഹാസ്യനാവുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട്, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് പിണറായി ജമാഅത്തെ ഇസ്ലാമിയുടെ ചർച്ച നടത്തി ധാരണ ഉണ്ടാക്കി നേരിട്ട് തെരഞ്ഞെടുപ്പ് ഇനിയും സമയം ഇത്രയും പോരെ. അതായത് 2011 ഇലക്ഷനിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ശ്രീ പിണറായി വിജയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ടി ആരിഫ് അലി, ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീർ. സംസ്ഥാനത്ത് മൊത്തത്തിലുള്ള ധാരണയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിലാണോ? സംസ്ഥാനത്തിലെ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന തലത്തിലാണോ തീരുമാനം എടുക്കാറുള്ളത്? ആദ്യ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി മൂല്യാധിഷ്ഠിത കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇരുമുന്നണികളിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി ആളുകളെ തെരഞ്ഞെടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നീടാണ് മുന്നണികളെ പിന്തുണക്കുന്ന കാഴ്ചപ്പാടിലേക്ക് വന്നത്. അത് 2006 പൂർണ്ണമായി 140 മണ്ഡലങ്ങളിലും CPMനെയാണ് പിന്തുണച്ചിട്ടുള്ളത്. രാഷ്ട്രീയമായി ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഇരുമുന്നണികളുമായി ബന്ധപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ചർച്ച നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. രാഷ്ട്രീയമായ കാരണങ്ങളാലല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും വിഭാഗത്തിന് പിന്തുണ കൊടുത്തിട്ടില്ല, പിന്തുണ മാറ്റിയിട്ടില്ല. മറ്റൊരു ഉപാധിയും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നാളിതുവരെയില്ല. രാഷ്ട്രീയത്തിൽ ഒരുപാട് ഡീലും ഇടപാടും വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം. നാളിതുവരെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്കോ ഒരു കക്ഷിക്കോ ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായ കാരണമല്ലാതെ മറ്റൊന്നും ഉദ്ധരിക്കുക സാധ്യമല്ല. ഈ രാഷ്ട്രീയപരമായ കാരണങ്ങളിൽ തന്നെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരുന്നു ആ കാലം അത്രയും LDF നിൽക്കാൻ അല്ലെങ്കിൽ LDF പിന്തുണ നൽകാൻ
എടുത്ത രാഷ്ട്രീയക്കാർ? അതിൽ ഓരോ കാലഘട്ടത്തെയും നമുക്കിപ്പോൾ വിശകലനം ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം 92 എന്നുള്ള ബാബരി മസ്ജിദ് ധ്വംസനമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായി ബാബരി മസ്ജിദ് ധ്വംസനത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തെയും ഇപ്പോൾ വിശകലനം ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അതത് കാലഘട്ടത്തിലെ രാഷ്ട്രീയമാണ് ജമാഅത്ത് ഇസ്ലാമി ഉയർത്തിയിട്ടുള്ളത്. അതേപോലെ കോൺഗ്രസുമായി ആഗോളീകരണത്തിനെതിരെ, മുതലാളിത്തത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, ഫാസിസത്തിനെതിരെ, സംഘപരിവാറിനെതിരെ ഇങ്ങനെ കൃത്യമായ പൊളിറ്റിക്കൽ നരേറ്റീവ് മുന്നിൽ വെച്ചുകൊണ്ടല്ലാതെ ജമാഅത്ത് ഇസ്ലാം അതിന്റെ നിലപാടെന്നാണ് ഇതുവരെ സ്വീകരിച്ചില്ല. എനിക്ക് തോന്നി നമ്മളിപ്പോ അതിനോട് മാത്രം പ്രതികരിക്കാൻ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നതിന് ശേഷമാണ് RSS കാര്യാലയം തുടങ്ങാൻ വേണ്ടി അമ്മയുടെ ആഗ്രഹം പ്രകാരമാണ് ഭൂമി വിട്ടുകൊടുക്കും എന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി കാണുന്നത്? കോൺഗ്രസിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. അത് നിങ്ങൾ കോൺഗ്രസിനോടല്ലേ ചോദിക്കുന്നത്? അല്ല, ജമാഅത്തെ ഇസ്ലാമി ഈ BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കോൺഗ്രസിന് പിന്തുണ കൊടുത്തതെന്ന് പറയുന്നത്. ആ കോൺഗ്രസിൽ വന്നതിന് ശേഷമാണ് സന്ദീപ് വാര്യർ രാഷ്ട്രീയപരമായിട്ട് അതില് ആശയപരമായിട്ട് ആര് മാറണമെങ്കിലും അതിനെ സ്വാധീനം കാര്യാലയം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അത് പരിശോധിക്കപ്പെട്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് ഓപ്ഷൻ എന്നതല്ല നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഞാൻ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെതിരെ നമ്മുടെ മുമ്പിലുള്ള വിജയ സാധ്യത ഒരു ഘടകം. രണ്ട് ബെസ്റ്റ് ഓപ്ഷൻ ആര് എന്നുള്ളതാണ്. ഈ ഒരു അർത്ഥത്തിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ മാറി മാറി പിന്തുണക്കുന്ന സാഹചര്യവും മാറി മാറി സഹകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. ഇതിനർത്ഥം ഈ കേരളത്തിലെ നമ്മൾ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലുള്ളതും അവർ സ്വീകരിക്കുന്നതുമായ എല്ലാ നിലപാടുകളെയും ജമാഅത്ത് ഇസ്ലാമി പിന്തുണക്കുന്നു എന്നൊന്നും അതിനെക്കുറിച്ച് കാണേണ്ടതില്ല. ഈ ഇലക്ഷനിൽ BJPയെ പരാജയപ്പെടുത്താനുള്ള ഓപ്ഷൻ ഏത്? ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിയല്ല ചോദ്യം. അതിപ്പോഴും അന്തരീക്ഷത്തിൽ കിടക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ വന്നു ചേർന്നതിന് ശേഷമാണ് സന്ദീപ് വാര്യർ RSS കാര്യാലയത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകുമെന്ന് പറയുന്നത്. അതിനോടുള്ള പ്രതികരണമാണ്. സംഘപരിവാർ അനുകൂല സമീപനം ആര് സ്വീകരിച്ചാലും നമുക്ക് അതിനോട് സന്ദീപ് വാര്യർ എന്നുള്ളതല്ല ആരായാലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. 2019 എന്ത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്തുണ UDF-ന് നൽകാൻ അല്ലെങ്കിൽ കോൺഗ്രസിന് നൽകാൻ തീരുമാനിച്ചത്? 2019 നിങ്ങൾക്കറിയാലോ, സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഇന്ത്യ അലയൻസ് പ്രീ അലയൻസ് ഇപ്പോഴാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് മുന്നിട്ട്, അതായത് ദേശീയ തലത്തിൽ ഒട്ടുമിക്ക മേഖലകളിൽ ഉള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുക സംഘപരിവാർ പരാജയപ്പെടണം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള അംഗങ്ങളുള്ള ഒറ്റ കക്ഷിയാണ് പ്രസിഡന്റ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കുക. അതുകൊണ്ട് കേരളത്തിൽ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് വിളിക്കാവുന്ന സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാവില്ല. ദൗർഭാഗ്യവശാൽ വിജയിച്ചിട്ടില്ല. അതേസമയം അന്നത്തെ ഒരു സന്ദർഭത്തിൽ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രസിഡന്റ് സംഘപരിവാറിനെതിരെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് അന്ന് ദേശീയ പാർട്ടി എന്നുള്ള അർത്ഥത്തിൽ കോൺഗ്രസ് ആണ്. ആ ഒരു മുൻഗണനയാണ് കൊടുത്തത്. അത് മാത്രമായിരുന്നു CPM അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ CPM ജമാഅത്ത് ഇസ്ലാമിയെ ഭീകരവൽക്കരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണുക, അത്ര കാണാൻ കഴിയില്ല. അതിനുശേഷമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ജമാഅത്ത് ഇസ്ലാമി CPM-നെതിരെ ഏതെങ്കിലും അർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കുകയോ ഈ അർത്ഥത്തിലുള്ള ചാപ്പ് കുത്തുന്ന രീതി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. 2019 ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ച സമീപനത്തിന് ശേഷം CPIM-ന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചത്. നിങ്ങൾക്കിടയിൽ അസ്വാരസ്യം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കിടയിൽ നിന്നാൽ നമ്മളെ മുന്നണിയുടെ ഭാഗമൊന്നും അല്ലല്ലോ. നമ്മൾ പിന്തുണ കൊടുക്കാറുണ്ട് ഇലക്ഷൻ വരുമ്പോൾ. ഞാൻ പറയാം, അതെ, ഒരുമിച്ച് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ പിന്തുണ കൊടുക്കാറുണ്ട്. പൊളിറ്റിക്സിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം UDF ആയാലും LDF ആയാലും അതത് സന്ദർഭത്തിലെ രാഷ്ട്രീയ അവസ്ഥ വെച്ചിട്ട് നമ്മൾ പിന്തുണ കൊടുക്കും. നമ്മൾ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ദേശീയ അടിസ്ഥാനത്തിൽ സംഘപരിവാറിനെതിരെ ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യതയുള്ള ദേശീയ പാർട്ടി എന്ന അർത്ഥത്തിൽ അന്നത്തെ കാലത്ത് നമ്മൾ കോൺഗ്രസിനെ പിന്തുണച്ചെടുത്ത് നിന്നാണ്. അതായത് CPM സ്വീകരിക്കുന്ന ഒരു സമയം CPM തന്നെ പരിശോധിക്കേണ്ടതാണ്. പിന്തുണയ്ക്കുന്ന ഘട്ടത്തിൽ പ്രശ്നമൊന്നുമില്ല. CPM-നോട് വിയോജിക്കുന്ന ഘട്ടത്തിൽ വിയോജിക്കുന്നവരെ ഭീകരവൽക്കരിക്കുക എന്ന് പറയുന്നത് CPM സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ ഭീകരവൽക്കരിക്കുന്നത്? മുസ്ലിം ലീഗിനെ ഏതെല്ലാം അർത്ഥത്തിൽ അടുപ്പിക്കാനുള്ള ശ്രമം CPM നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് CPM സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഞാൻ പറഞ്ഞു വരുന്നത്, പിന്തുണക്കുമ്പോൾ ഓക്കെ, പിന്തുണക്കാതിരിക്കുമ്പോൾ ഭീകരവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉള്ള സത്യസന്ധതയ്ക്ക് നിരക്കുന്ന ഒരു സമീപനമല്ല. രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇനിയും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി അത് രാഷ്ട്രീയപരമായ സത്യസന്ധതയും ട്രാൻസ്പെറൻസിയും പ്രബല രാഷ്ട്രീയ കക്ഷികൾ വെച്ചു പുലർത്തുകയാണ് വേണ്ടത്. ഇരു കക്ഷികളും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് മുന്നോട്ട്. തീർച്ചയായും. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ അകലാനുള്ള കാരണം? സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, 2019 ഇലക്ഷനിൽ
ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, കേരളത്തിൽ മൈനോറിറ്റി ഒറ്റക്കെട്ടായിട്ട് ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് UDF-ന് പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അതിന്റെ നടക്കുമ്പോൾ തുടർച്ച പിന്നീട് വെൽഫെയർ പാർട്ടിയായിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് 24 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടരുന്നുണ്ട്. അന്നത്തെ ദേശീയ സാഹചര്യമല്ല പിന്നീട് പിന്തുണ. അതെന്തുകൊണ്ടാണ് ആ സപ്പോർട്ട് എടുക്കാൻ കാരണം? CPM നിങ്ങൾ രാഷ്ട്രീയ കാലാവസ്ഥയിൽ CPM ജമാഅത്തും തമ്മിലുള്ള ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി, സ്വാഭാവികമായിട്ടുണ്ടായി, വെളിച്ചിലുണ്ടായി. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ട് എന്ന് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പോലും പരസ്യമായി സമ്മതിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ഉണ്ടോ? നമുക്ക് തോന്നിയിട്ടില്ല. അവരോട് ചോദിക്കുമ്പോഴൊക്കെ അങ്ങനെ പറയും പിന്തുണ ഉണ്ടാവാം, ഇല്ലാന്നാണ് അവരിങ്ങോട്ടുണ്ടാവും, നമ്മൾ ആവശ്യപ്പെട്ടില്ല എന്നുള്ള വർത്തമാനമാണ് അവർ അപ്പൊ പറയുന്നത്. ഇതേ സ്റ്റാൻഡ് തന്നെയല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ CPM-നെ കോർണർ ചെയ്യുന്നു? ഇവരെ കുറിച്ച് ഒരു പേര് പോലും പറയാൻ അല്ല, അതിനകത്ത് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ ഈ നിമിഷം വരെ പിന്നെ UDF തള്ളി പറഞ്ഞിട്ടില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ല, ഞങ്ങളങ്ങനെ വോട്ട് ചോദിച്ചിട്ടില്ല. ഇല്ല. ഈ പാലക്കാട്ടെ തള്ളി പറയുന്ന ഘട്ടത്തിൽ അപ്പം നമുക്ക് സംസാരിക്കാം. പക്ഷെ അവര് പരസ്യമായി പറയാൻ മടിക്കുന്നുണ്ട്. അത് അത് എന്തുകൊണ്ടാണ്? അവരോട് ചോദിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമി എന്നും പിന്തുണക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടിനെയാണ്. ആ രാഷ്ട്രീയ നിലപാടിന് ഏത് മുന്നണി എന്നുള്ളത് അപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുക. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തിനാണ്. ഈ മറ്റേ സന്ദീപ് വാര്യർ എന്നതുമായി ബന്ധപ്പെട്ട് KPC പ്രസിഡന്റിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് സന്ദീപ് വാര്യരുടെ മറുപടി, അത് ജാംബവാന്റെ കാലത്ത് നടന്ന കാര്യം നിങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യണം. അങ്ങനെ സമയത്തിന് ഒരു അഭിപ്രായം ഉണ്ടോ? ബാബരി മസ്ജിദ് ജാംബവാന്റെ കാലത്ത് നടന്ന ചരിത്ര കോൺഗ്രസിന്റെ ഓരോ ലീഡേഴ്സും പറഞ്ഞ കാര്യത്തെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ആമിയ സ്റ്റേറ്റ്മെന്റിനെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഞാൻ പ്രതികരിച്ചത്. സന്ദീപിന്റെ കാര്യത്തിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. സന്ദീപ് അല്ല, K. സുരേന്ദ്രൻ വരെ BJP-യിൽ വിട്ടു പോരുകയാണെങ്കിൽ അതിൽ എണ്ണം കുറയട്ടെ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. BJP-യിൽ നിന്ന് K. സുരേന്ദ്രൻ വരെ പോരുകയാണെങ്കിൽ അതിൽ എണ്ണം കുറയട്ടെ, കേരളീയ സമൂഹത്തിനകത്ത് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം അസ്തമിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആര് തിരിച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാലും അതിനെ സ്വാഗതം ചെയ്യണം എന്നുള്ളതാണ്. ഏതെങ്കിലും അത് CPM-ലേക്ക് വന്നാലും കുഴപ്പമില്ല, കോൺഗ്രസിലേക്ക് വന്നാലും കുഴപ്പമില്ല, സെക്യുലർ പാർട്ടികളിലേക്ക് ഏത് സംഘപരിവാർ പാളയത്തിൽ നിന്ന് ആര് തിരിച്ചു വരാണെങ്കിൽ വരട്ടെ എന്നതാണ് നമ്മുടെ അഭിപ്രായം. മുഖ്യമന്ത്രി ഇപ്പോൾ ലീഗിനെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അന്ന് ഈ ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് അവരെടുത്തിരിക്കുന്ന നിലപാടിന്റെ പേരിലാണ്. ആ നിലപാടിന്റെ പേരിൽ അവർ ഇപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും CPM-മായി ആകുന്നത്? ആ നിലപാടിന്റെ പേരിലാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ നിലപാടിനോട് വിയോജിച്ച പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാമി. ഇന്നത്തെ നിലപാട് ഇന്നത്തെ സാഹചര്യത്തെ വെച്ചുകൊണ്ടാണ്. അല്ല, മുഖ്യമന്ത്രി നിലപാടിൽ മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസ് ആ നിലപാട് തന്നെയാണ് സുധാകരന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. അതെ, CPM അതേ അലയൻസ് തന്നെയല്ലേ ഉള്ളത്. ദേശീയ തലത്തിൽ CPM ഇത്തരം രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലാണല്ലോ. ദേശീയ തലത്തിൽ ഇപ്പൊ ഈ രാഷ്ട്രീയം വേഗം ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ ആ സ്പേസിൽ നിന്ന് എന്തുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ചോദിച്ചു മനസ്സിലായി, ക്ലാരിറ്റി ചോദിച്ചു. അല്ല, ഈ ഇത്തരം സൂക്ഷ്മമായ രാഷ്ട്രീയം വേഗം ചർച്ച ചെയ്യുന്ന ഒരു സ്പേസ് കേരളമാണ് ആക്ച്വലി. അറിയാലോ, ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതെല്ലാം വിചാരിക്കില്ല. അപ്പം ആ സ്ഥലത്ത് ഈ പറയുന്ന പോലെ ബാബരി വിഷയത്തിൽ പോലും KPC പ്രസിഡന്റിന്റെ പഴയ നിലപാട് കോൺഗ്രസിന്റെ നിങ്ങൾ അന്ന് രാഷ്ട്രീയ കാരണമായിട്ട് LDF-നെ പിന്തുണയ്ക്കുന്ന കാരണമായി പറഞ്ഞ് ബാബരി മസ്ജിദ് ധ്വംസനം പോലുള്ള കാര്യങ്ങളിൽ ആ നിലപാട് തന്നെയാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് KPC പ്രസിഡന്റ് ഭാഗത്ത് ഉണ്ടാകുന്നത്. ജാംബവാന്റെ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം. അതേസമയം നേരത്തെ ഇവർ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു സ്റ്റേണായ നിലപാട് എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്തടിസ്ഥാനത്തിലാണ്? രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെന്ന് സ്വീകരിച്ച മുസ്ലിം സമൂഹത്തിലെ മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പക്ഷേ ദീർഘകാലം ആ ഫൈറ്റ് നിലനിന്ന കാര്യം കൂടിയാണ്, പൂർത്തിയാക്കാം. അതുമായി ബന്ധപ്പെട്ട് മൈനോറിറ്റി വരെ കോൺഗ്രസിൽ നിന്ന് അകലുന്ന സാഹചര്യം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ട സോണിയാഗാന്ധി മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ വീഴ്ച പറ്റി എന്ന് മാപ്പ് പറഞ്ഞ സാഹചര്യം കേരളത്തിലുണ്ട്. രാഷ്ട്രീയ സാഹചര്യം വീണ്ടും മാറി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേശീയ തലത്തിൽ സംഘപരിവാറിനെ നേരിടുന്നിടത്ത് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സംഘപരിവാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ ഒരർത്ഥത്തിലും കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംഘപരിവാറിനെതിരെയുള്ള ബദൽ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സാധ്യത. അതുകൊണ്ടാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത്. സ്വാഭാവികം. പക്ഷെ കേരളത്തിൽ CPM എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്താ, അവരെടുത്തുകൊണ്ടിരിക്കുന്ന നെറേറ്റീവ് എന്താ, അത് ഞാൻ ഇനി പറയേണ്ടതുണ്ടോ? ഞാൻ അതിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട. മലപ്പുറം ജില്ലയായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട്
സംഘപരിവാർ പലപ്പോഴായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എന്തുകൊണ്ടാണ് CPM ഉയർത്തുന്നത്? അതായത് സംഘപരിവാറിന്റെ അതേ നെഗറ്റീവ് തന്നെയാണ് CPM ഉയർത്തുന്നത്. അതാണ് വിയോജിപ്പ്. അവസാനം ഒറ്റ കാര്യം. പാലക്കാട്ടെ വിജയത്തിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എത്ര കണ്ട് ക്രൂഷ്യലായിരുന്നു? പാലക്കാട് വിജയം എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതര പ്രബുദ്ധതയുടെ വിജയം എന്നാണ് ഞാൻ പറയുന്നത്. മുനമ്പം വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കാൻ ശ്രമിച്ച സംഘപരിവാറിനും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് ശൈഥില്യം സൃഷ്ടിക്കാനും ഇരു മതവിഭാഗങ്ങൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കാനും ശ്രമിച്ച CPM-ന്റെ രാഷ്ട്രീയത്തിനുമേറ്റ ശക്തമായ പ്രഹരമാണ് പാലക്കാട് റിസൾട്ട് എന്നാണ് ഞാൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയൊരു അളവിൽ വോട്ട് സ്വാധീനിക്കാനും പിന്തുണക്കാനും കഴിഞ്ഞത്. പക്ഷേ എല്ലാ വിഭാഗത്തിന്റെയും വിജയമാണ്. ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും മുസ്ലിം മത സംഘടനകളും എല്ലാവരും ഉൾച്ചേർന്നതിന്റെ വിജയമാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അവകാശപ്പെടാവുന്നതല്ല. സ്വാഭാവികം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വലിയൊരു പ്രസ്ഥാനമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ട്രെങ്ത് അനുസരിച്ച് അത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അവകാശവാദങ്ങളൊന്നുമില്ല. ഈ മുനമ്പം പറഞ്ഞുകൊണ്ട് അതിലെന്തെങ്കിലും സ്റ്റാൻഡ് മുനമ്പം പറഞ്ഞുകൊണ്ട് അതിലെന്തെങ്കിലും എന്തെങ്കിലും സ്റ്റാൻഡ് സംഘടനയുടെ മുനമ്പം വിഷയത്തില് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ സ്റ്റാൻഡ് വ്യക്തമാക്കിയതാണ്. മുനമ്പം വിഷയത്തില് മുനമ്പത്ത് താമസിക്കുന്ന ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടണമെന്ന് ജമാഅത്തെ ഇസ്ലാമിക്കോ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനക്കോ അഭിപ്രായമില്ല. മുനമ്പത്ത് താമസിക്കുന്ന ആളുകൾ അവർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യവും കൊടുത്ത് അവരവിടെ ജീവിക്കുന്നതിനുള്ള അവസരം ഒരുക്കണം എന്നുള്ളതാണ്. അതിൽ ഗവൺമെന്റ്, അതിൽ ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഇത്ര നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി പറഞ്ഞതാണ് ഒരുമിച്ചിരുന്ന് അത് പരിഹരിച്ച് അത് മുന്നിൽ വെച്ചുകൊണ്ട് കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കാനുള്ള അവസരം സൃഷ്ടിക്കരുത് എന്ന് വളരെ കൃത്യമായി മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി സമൂഹത്തിന് മുമ്പാണ് പറഞ്ഞ കാര്യമാണ്. അതേസമയം തന്നെ അതിനെ മുൻനിർത്തിക്കൊണ്ട് വഖഫ് തന്നെ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയാണ്, കയ്യേറ്റക്കാരാണ് എന്ന സ്വഭാവത്തിൽ പ്രചരണം നടക്കുന്നത്. വഖഫ് എന്ന് പറയുന്നത് ദൈവികമായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഓരോരുത്തരുടെയും കയ്യിലുള്ള സ്വന്തമായ സ്വത്ത്, പണം വാങ്ങിയ സ്വത്ത് ദൈവമാർഗത്തിൽ ദാനം ചെയ്യുന്നതാണ്. അത് കയ്യേറ്റം ചെയ്യുന്ന ആളുകൾ കൂടി ഇതിൻ്റെ മറ പിടിച്ചിട്ട് വഖഫ് ഭൂമി കയ്യേറുന്നതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പൂർത്തിയാക്കാം. ഇന്ന് വഖഫ് ഭൂമിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി അല്ല. അലീഗർ വഖഫാണ്, അന്തർദ് വഖഫാണ്, ജാമിയ മില്ലിയ വഖഫാണ്, ഫറൂഖ് കോളേജ് വഖഫാണ്. വഖഫിന്റെ ഗുണഭോക്താക്കൾ സമൂഹമാണ്. അതുകൊണ്ട് അത്തരം വഖഫ് പ്രോപ്പർട്ടി കയ്യേറുന്നതിനെ മുനമ്പം വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ന്യായീകരിക്കാൻ കഴിയില്ല. മുനമ്പം വിഷയത്തിലുള്ള നിരപരാധരായ മനുഷ്യരെ അരക്ഷിതാവസ്ഥയെ അടിയന്തരമായി ഗവൺമെന്റ് പരിഹരിക്കണം. അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടെ ഉണ്ടാവും. ഇപ്പോൾ മുനമ്പം വിഷയവും തന്നെ വഖഫ് ഭൂമി, ഈ വഖഫ് ഭൂമിയിൽ എങ്ങനെയാണ് അവര് കുടിയൊഴിപ്പിക്കാതിരിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് പറയുന്നത് ജുഡീഷ്യറി അല്ല അതിനിടപെടേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിയമപരമായ കുരുക്കിൽ നിന്ന് അതിനെ മറികടക്കണമെങ്കിൽ മധ്യസ്ഥമാണ് അതിൽ നിർവഹിക്കേണ്ടത്. ആ മധ്യസ്ഥം ഗവൺമെന്റ് നിർവഹിച്ചാൽ മതി. മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആ ജനവിഭാഗത്തോടെ കൂടിയിരുത്താൻ കഴിയും. ജുഡീഷ്യറി നിയമപരമായ കുരുക്കിനെ മറികടക്കാനുള്ള വഴി അതാണ്. പക്ഷെ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം, ഈ മുസ്ലിം സംഘടനകൾ പല സംഘടനകളും സംസ്ഥയും മുജാഹിദ് സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള ചില നിലപാടുകൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വഖഫ് ഭൂമി അല്ല എന്നത്. അങ്ങനെ ഒരു നിലപാട് എടുത്തുകൊണ്ടുള്ള ചർച്ചയ്ക്കും വഴി തുറക്കുന്നത് ശരിയല്ല എന്നാണ് ഈ സംഘടന പറയുന്നത്. അതിൽ ജമാഅത്ത് ഇസ്ലാമി കൺസേൺ ഉണ്ട്. വഖഫ് ഭൂമിയാണോ ഗിഫ്റ്റ് ഭൂമിയാണോ എന്നതല്ല മുനമ്പം വിഷയത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിഗണിക്കേണ്ടത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ്. അത്ര മതി. എനിക്ക് തോന്നുന്നത് നമ്മള് വിളിച്ചത് ഇപ്പൊ ഇതിനല്ലല്ലോ, ധാരാളമായി. ഇപ്പൊ തന്നെ ധാരാളമായില്ലേ ചെയ്ത പറഞ്ഞ പിന്നാലെ ഞാൻ പോയാൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് തന്നെ പല അഭിപ്രായങ്ങളാണ്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്ക് പല അഭിപ്രായമല്ല. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ക്ലാരിറ്റിയിൽ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ ആവർത്തിച്ചത്. അതിന്റെ പിറ്റേ ദിവസമാണ് ഓരോ പത്രങ്ങളും മുഖപത്രങ്ങളായിട്ടും മുഖലേഖനങ്ങളായിട്ടും ഓരോ ഓപ്പോസിറ്റ് ആയിട്ട് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. അവരോട് ചോദിച്ചാൽ മതി. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയുടെ ഇന്നലെ നടന്ന പൊതുസമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു
പരാമർശം വന്നിരുന്നു. നിങ്ങൾ മീഡിയ പ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM തേടിയിട്ടില്ല എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തുന്നതിന് ചിലപ്പോൾ 1-2 മണ്ഡലങ്ങളിലൊക്കെ അവർ പിന്തുണച്ചിട്ടുണ്ടാകാമെന്നും ജമാഅത്തെ ഇസ്ലാമി പ്രിയങ്കയ്ക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ തള്ളിപ്പറയാതിരുന്നത് എന്നും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഒന്നുകിൽ സ്ഥലജല ഭ്രമം സംഭവിച്ചിരിക്കുന്നു, അതല്ല എങ്കിൽ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പച്ചക്കള്ളം പറയുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ വ്യക്തികൾക്ക് പിന്തുണ കൊടുത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, മുന്നണികൾക്ക് പിന്തുണ കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി വ്യക്തികൾക്കോ മുന്നണികൾക്കോ പിന്തുണ പതിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ചർച്ചകളിലും ധാരണകളിലുമെല്ലാം CPIM-നെ പ്രതിനിധീകരിച്ച് പലപ്പോഴായി പങ്കെടുത്ത പാർട്ടി ഭാരവാഹി കൂടിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറയാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ കുറിച്ച് അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തന്നെ അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ അവൈലബിളാണ്, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അവൈലബിളാണ്, ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് അവൈലബിളാണ്, ദേശാഭിമാനിയുടെ മുഖപ്രസംഗം നമ്മുടെ മുമ്പിൽ അവൈലബിളാണ്. മാത്രമല്ല സഭാരേഖയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്ന സഭാരേഖ നമ്മുടെ മുമ്പിൽ അവൈലബിളാണ്. ഇതെല്ലാം മുൻപിൽ ഉണ്ടായതിനു ശേഷവും തൻ്റെ പൂർവ്വകാലത്തെ റദ്ദ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് മുഖ്യമന്ത്രി നടത്തിയത്. അദ്ദേഹം തൻ്റെ പൂർവ്വകാലത്തെ റദ്ദ് ചെയ്ത് കളയാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെയും നിലനിൽക്കുന്ന ഡാറ്റ റദ്ദ് ചെയ്യുന്നു. അത്തരം പിന്തുണയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ നിരവധി സ്റ്റേറ്റ്മെൻറ്റുകൾ റദ്ദ് ചെയ്യുന്നു എന്നത് മുഖ്യമന്ത്രി സ്വയം തന്നെ പരിഹാസ്യനാകുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. 1996 ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2015 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട്. പരസ്പരം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണച്ചത്. സംസാരത്തിൻ്റെ ഉള്ളടക്കം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചത്. രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് 2019 മറിച്ച് കോൺഗ്രസിനെ പിന്തുണക്കുന്നത്.